കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചും ബ്ലോക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് നല്ല പവറില്ല എന്നുണ്ടെങ്കിൽ പെയിനും അതുപോലെ അനാവശ്യമായിട്ടുള്ള പരിക്കുകളൊക്കെ ഉണ്ടാകും. നമ്മൾ ഫിസ്റ്റ് തന്നെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ടൈറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ വിരലിന് ഉളുക്കുണ്ടാകുക അല്ലെങ്കിൽ ചതവുണ്ടാകുക, ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് പവർ എങ്ങനെ കൂട്ടാമെന്നുള്ള നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഈ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കൈക്ക് നല്ല പരമാവധി ഫോഴ്സ് കൊടുത്ത് പഞ്ച് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതിന് വെയിറ്റ് ട്രെയിനിങ് ഒന്നും ഇല്ലാതെ ഇപ്പോൾ ജിമ്മിൽ പോകാത്തവരും വെയിറ്റ് ട്രെയിനിങ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും നമ്മുടെ ശരീരഭാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള വർക്കൗട്ടുകളാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിരലുകൾക്കും അതുപോലെ ഈ ഫോറാമിലേക്കും കൂടി ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ കിട്ടുന്ന ഒരു മൂവ്മെൻറ്റ് നോക്കാം. അപ്പോൾ കൈകൾ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് പിടിക്കുക. ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത് വിരലിലേക്ക് നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ഉണ്ട് മാക്സിമം രണ്ട് വിരലും ഒരുമിച്ചൊന്ന് ഇതുപോലെ ഫിംഗറുകൾ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്ലോവിലല്ല, ഇത് ടൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുമ്പോഴും ടൈറ്റ് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു പാർട്ടിലേക്ക് ഫോറാമിലേക്കും ആ ഒരു ടൈറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റുന്നുണ്ടോ, ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ മൂവ്മെൻറ്റ് 20 തവണ വീതം 3 പ്രാവശ്യമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടെ നോക്കാം. കൈകൾ ഇതുപോലെ ബോഡിയുടെ രണ്ട് വശത്തുമായിട്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. പിന്നെ ഇവിടെ ചെയ്യേണ്ടത് നല്ല ഫോഴ്സ് കൊടുക്കുക. ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇത് നേരെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. കണ്ടോ, രണ്ട് വശത്തേക്ക് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുക, നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അതിനോടൊപ്പം റിസ്റ്റ് ഒന്ന് ഫോൾഡ് കൂടി ചെയ്തേക്കുക. ഉള്ളിലേക്കൊന്ന് മടക്കി പിടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസ്റ്റിലേക്കും അതുപോലെ ഫോറാമിലേക്കും ഷോൾഡറിലേക്കും ഒരുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫോഴ്സ് അറിയാൻ പറ്റും. ഉണ്ടോ, ഇതുപോലെ രണ്ട് വശത്തേക്കും നന്നായിട്ട് ചെയ്യാം. ഈ ഒരു മൂവ്മെൻറ്റ് 20 തവണ വീതം 3 പ്രാവശ്യമായിട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. കൈകൾ ഇതുപോലെ ഒന്ന് സ്റ്റഡിയാക്കി പിടിക്കുക. ഇനി ഇവിടെ നിന്ന് ചെയ്യേണ്ടതുണ്ട്, ഈ വിരലുകൾ ഇതുപോലെ ഒന്ന് മടക്കുക. ഉണ്ടോ, ഫിസ്റ്റ് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം റിസ്റ്റ് ഉള്ളിലേക്കൊന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫോറാമിലേക്കായിരിക്കും അവർ ടൈറ്റ് വരുന്നത്. വീണ്ടും ഇതൊന്ന് നേരെയാക്കുക, വിരലുകൾ ഓപ്പൺ ചെയ്യുക. വീണ്ടും ഇതൊന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിസ്റ്റ് ബെൻഡ് ചെയ്യുക. അതിനുശേഷം റിസ്റ്റ് നേരെയാക്കുക, വിരലുകൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് 20 തവണ വീതം 3 പ്രാവശ്യമായിട്ട് ചെയ്യാം. അടുത്തായിട്ട് കൈകൾ ഇതുപോലെ രണ്ട് കൈ ഇതുപോലെ ചേർത്ത് പിടിക്കുക. താഴേക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക, നല്ല ഫോഴ്സ് കൊടുക്കുക. ഇനി ഇവിടുന്ന് ആ ഫോഴ്സിൽ തന്നെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഉയർത്തി കൊണ്ടുവരിക. വീണ്ടും താഴേക്ക് നമ്മളൊരു ഭാരം എടുത്ത് ഉയർത്തുന്നത് പോലെ തന്നെ സെൽഫായിട്ട് വേണം നമ്മൾ ആ ടൈറ്റ് കൊടുക്കാണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വെയിറ്റ് തന്നെ നമ്മൾ ഈ മൂവ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു വെയിറ്റ് എടുത്ത് ഉയർത്തുന്നത് പോലെ തന്നെയുള്ള ഒരു ഫീല് നമ്മുടെ മസിലുകളിലേക്ക് കിട്ടുന്ന രീതിയിൽ വേണം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാണ്ട്. ഇത് ചെയ്യുമ്പോഴും നിങ്ങളൊരു 20 തവണ 3 പ്രാവശ്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫിസ്റ്റ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് നമുക്ക് എങ്ങനെ ടൈറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് പിടിക്കുക. അതിനോടൊപ്പം തന്നെ ഉണ്ട്, ഇതിങ്ങനെ ഫ്രീ ആയിട്ട് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഫാസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ഈ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫോഴ്സ് നമ്മുടെ ഫോറാമിലേക്കും കൈ ടോട്ടലി നമ്മൾ ആമിലേക്കും മൊത്തം കയറുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് നോക്കണ്ട, ഫ്രീ ആയിട്ട് ഇടുക. ഇവിടെ നിന്ന് ഇടാം. ഓക്കെ, ഇതുപോലെ ഫിസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക സഡനായിട്ട്. ഷോൾഡറിലേക്ക് അടക്കും. ഷോൾഡർ അടക്കം നമുക്ക് ഫുൾ കൈയിലേക്ക് നമുക്ക് ഈ ഒരു ഫോഴ്സ് വരുന്നത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഉണ്ടോ, തളർത്തിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റും ഒരു 20 തവണ വീതം 3 പ്രാവശ്യമായിട്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഒരു കൈ ഇതുപോലെ നമ്മൾ റൈറ്റ് ഹാൻഡ് കണ്ടോ, വലത് കൈ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഇടത് കൈ കൊണ്ട് ഈ കൈയിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക. ഇനി നമ്മൾ ഇടത് കൈ വെച്ച് വലത് കൈയിനെ താഴേക്കൊന്ന് പുഷ് ചെയ്ത് പിടിക്കുക, നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതോടൊപ്പം തന്നെ വലത് കൈ മുകളിലേക്കൊന്ന് റൈസ് ചെയ്യാൻ തോന്നുക. ഓപ്പോസിറ്റിലേക്ക് രണ്ട് വശത്തേക്കും ടൈറ്റ് കൊടുക്കുക. ഇവിടെ നിന്ന് വേണ്ട ഇതുപോലെ നമ്മുടെ ഇതിലേക്ക് ടൈറ്റ് വരുന്ന രീതിയിൽ ഇവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുക. വീണ്ടും അതുപോലെ തന്നെ താഴേക്ക് പ്രസ് ചെയ്യുക. നമ്മളൊരു വെയിറ്റ് അപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കൈക്ക് ആ ഒരു ടൈറ്റ് കൊടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ നല്ല ടൈറ്റ് കൊടുത്തുകൊണ്ട് ചെയ്യാം.
ഇത് നിങ്ങൾക്കൊരു 15 തവണ വീതം 3 പ്രാവശ്യമായിട്ട് 2 കൈയും മാറി മാറി ചെയ്യാം. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് നമുക്ക് പഞ്ച് ഫോഴ്സ് ചെയ്ത് നോക്കാം. അപ്പോൾ പഞ്ച് ചെയ്യുമ്പോഴത്തേക്കും കൈ രണ്ടും ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം. ഇനി ഇവിടുന്ന് ലോവറിലേക്ക് ഈ ഒരു പാർട്ടിലേക്ക് നിങ്ങൾ നല്ല ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം കൈക്ക് നല്ല ഫോഴ്സ് വരുന്ന രീതി തന്നെ ഫിസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ആയി ഇവിടുന്ന് ഇതുപോലെ പഞ്ചടിക്കുക. ഒരു കൈ ഇവിടെ പിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത പഞ്ച്. ഇതിൻ്റെ പുൾ ബാക്ക് ഇതിൻ്റെ ഒരു ക്ലിയറൻസ് ഒന്നും ശ്രദ്ധിക്കേണ്ട. ഈ ഒരു നിൽക്കുന്ന പൊസിഷൻ ഉണ്ടാവും. 1 2 3 4 5 ഇതുപോലെ നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് പഞ്ച് ചെയ്യുക. ഫിസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഈ ഒരു പാർട്ട് ബെൻഡ് ആവാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു പാർട്ട് സ്ട്രെയിറ്റ് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ബെൻഡായി പോകാതെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഇവിടുന്ന് താഴേക്ക് ഇതുപോലെ തന്നെ പഞ്ച് ചെയ്യുക. നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇതൊരു 50 പ്രാവശ്യം 3 തവണയായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.